ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ മൊഡ്യൂൾ 3-ലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡയഗണലൈസേഷൻ. അതായത് നമുക്കൊരു മെട്രിക്സ് തന്നാൽ ആ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അതിൻ്റെ ജസ്റ്റ് തിയറി ഒന്ന് നമുക്ക് ആദ്യം നോക്കാം. Two matrices A and B are said to be similar if there exists an invertible matrix P such that P inverse AP equal to B ആയിരിക്കണം. അതായത് നമുക്ക് രണ്ട് മെട്രിക്സ് ആയിരുന്നു എയും ബിയും. ആ രണ്ട് മെട്രിക്സ് സിമിലർ ആവണമെങ്കിൽ അവിടെ വേറൊരു മെട്രിക്സ് പി ഉണ്ടാവണം. ആ പിയുടെ പ്രത്യേകത എന്താ? ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ? പി എന്നൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സിനെയാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ആ പി ഇൻവേഴ്സ്, നമ്മുടെ പി എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ഇൻവേഴ്സാണ് പി ഇൻവേഴ്സ്. പി ഇൻവേഴ്സ് ഇൻറ്റു നമ്മുടെ മെട്രിക്സ് എ ഇൻറ്റു പി എന്ന് പറയുന്നത് ബി ആയിട്ട് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ആൻഡ് ബി ആർ സിമിലർ മെട്രിക്സസ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ഡയഗണലൈസേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഡയഗണലൈസേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഗിവൺ മെട്രിക്സ് എ ഈസ് റെഡ്യൂസ്ഡ് ടു എ ഡയഗണൽ മെട്രിക്സ് സച്ച് ദാറ്റ് ദ eigen values ആർ സെയിം ആൻഡ് ബോത്ത് ആർ സിമിലർ മെട്രിസസ്. അതായത് ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിനെ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ഡയഗണൽ മെട്രിക്സ് എന്തായാലും നമ്മൾ ആദ്യം ബേസിക് ഐഡിയാസ് എല്ലാം പറഞ്ഞപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ വരും, ബാക്കി എല്ലാ എൻട്രീസും സീറോ ആയിട്ട് വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മളൊരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ആ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? ആ രണ്ട് എ എന്ന മെട്രിക്സിൻ്റെയും ആ കിട്ടിയ ഡയഗണൽ മെട്രിക്സിൻ്റെയും ഈഗൻ വാല്യൂസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും ആൻഡ് ബോത്ത് ആർ സിമിലർ മെട്രിക്സും ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് പി കിട്ടും സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി. ഡി എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, അതായത് നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, അതിനെ ഡയഗണലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടും. ഈ രണ്ട് മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എന്തായിരിക്കും? ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. രണ്ടിൻ്റെ ഈഗൻ വാല്യൂസ് സെയിം ആയിരിക്കും. ആൻഡ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്കവിടെ ഒരു മെട്രിക്സ് പി എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി. അങ്ങനെ കിട്ടുന്ന ആ മെട്രിക്സിനാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, then a matrix A is said to be diagonalizable if there is an invertible matrix P called a model matrix. ആ മെട്രിക്സിനെ, ആ പി എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡൽ മെട്രിക്സ് സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി. അതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ ആ പി എന്ന് പറയുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് മോഡൽ മെട്രിക്സ്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ എഴുതണം? അതാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം. ഇത് പി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഈഗൻ വാല്യൂ ആൻഡ് ഈഗൻ വെക്റ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നു. അപ്പോൾ ഈ ഡയഗണലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ തന്നിരിക്കുന്ന മെട്രിക്സിനെ ആദ്യം നമ്മൾ അതിൻ്റെ ഈഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യുക. ആ ഈഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റർ നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈഗൻ വെക്റ്റർ കണ്ടുപിടിക്കും. അപ്പോൾ ഈ പി എന്ന് പറയുന്ന മെട്രിക്സ് ആക്ച്വലി എന്താണ്? നമുക്ക് 3 ഈഗൻ വാല്യൂസ് λ1, λ2, λ3 എന്ന് പറയുന്ന 3 ഈഗൻ വാല്യൂസ് ഉണ്ടെന്ന് വെച്ചു. സപ്പോസ് 3/3 മെട്രിക്സ് ആണെങ്കിൽ അതിന് 3 ഈഗൻ വാല്യൂസ് ഉണ്ടായി. അപ്പോൾ λ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ നമ്മൾ x1 എന്ന് എഴുതും, λ2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിന് x2 എന്ന് എഴുതും, ആൻഡ് λ3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിന് x3 എന്ന് എഴുതും. അപ്പോൾ നമ്മുടെ ആക്ച്വലി ഈ മോഡൽ മെട്രിക്സ് പി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ x1 എന്ന് പറയുന്ന വെക്റ്റർ ആദ്യത്തെ കോളത്തിൽ എഴുതുക, x2 എന്ന് പറയുന്ന വെക്റ്റർ രണ്ടാമത്തെ കോളത്തിൽ എഴുതുക, x3 എന്ന് പറയുന്ന വെക്റ്റർ മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. അതായിരിക്കും നമ്മുടെ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ ഡയഗണലൈസബിൾ ആണെങ്കിൽ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി. നമുക്ക് പി ഇൻവേഴ്സ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ്ലി എന്ത് കൊടുക്കും? പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി, വേർ ഡി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു 3/3 മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഡി എന്ന് പറയുന്നത് 3/3 മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ ഡയഗണൽ എൻട്രീസ് എന്തായിരിക്കും? നമുക്ക് കിട്ടിയ ഈഗൻ വാല്യൂസ് ആയിരിക്കും. സപ്പോസ് 3, 4, 5 ആണ് ഈഗൻ വാല്യൂസ് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഡി എന്ന് പറയുന്നത് 3, 0, 0, 0, 4, 0, 0, 0, 5 അതായിരിക്കും നമ്മുടെ ഡി. അത് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അത് വെരിഫൈ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഡയഗണലൈസബിളിൻ്റെ പ്രോബ്ലം ചോദിച്ചാൽ ആക്ച്വലി അത് എന്ത് തന്നെയാണ്? ഫൈൻഡ് ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്റ്റർ
ഏഗൺ വെക്റ്റർ കണ്ടുപിടിക്കുക. ഏഗൺ വെക്റ്ററിനെ ഓരോ കോളത്തിൽ എഴുതുന്നതാണ് നമ്മുടെ മോഡൽ മെട്രിക്സ് പി. ആൻഡ് ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഏഗൺ വാല്യൂസിനെ, കിട്ടിയ ഏഗൺ വാല്യൂസിനെ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള രീതിയിൽ വേണം ഏഗൺ വാല്യൂസ് നമ്മളെപ്പോഴും ആദ്യം എഴുതുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്റ്ററാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഏഗൺ വാല്യൂസിനെ ഡയഗണൽ എൻട്രീസ് ആയിട്ട് കൊടുത്തിട്ട് കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എല്ലാം ഒരേപോലെയാണ്, നമുക്ക് കൺഫ്യൂഷൻ ഓൾറെഡി ഏഗൺ വാല്യൂ ഏഗൺ വെക്റ്റർ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചതല്ലേ. അപ്പോൾ ലാസ്റ്റ് ഈ രണ്ട് മെട്രിക്സ് കൂടെ എഴുതുന്ന ആ ഇത്രയും പ്രോസസ്സും കൂടെ ഉള്ളൂ ഡയഗണലൈസേഷൻ വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയഗണലൈസ് ദ മെട്രിക്സ് A = 6 0 0 12 2 0 and 21 - 6 9. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്കറിയാം ഏഗൺ വാല്യൂ ഏഗൺ വെക്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 3/3 മെട്രിക്സ് ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. λ³ മൈനസ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം ഇൻറ്റു λ² പ്ലസ് ഓരോ മൈനസ് ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A = 0 ആണ്. അത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. λ³ മൈനസ് 17 λ² പ്ലസ് 84 λ മൈനസ് 108 = 0. അപ്പം അതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. നിങ്ങൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏഗൺ വാല്യൂസ് കിട്ടും. ഏതൊക്കെയാണ്? 2 6 9. അല്ലാതെ ഈ പ്രോസസ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ്ലി തേർഡ് ഡിഗ്രി ഇക്വേഷൻ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുക. അപ്പോൾ ലാംഡയുടെ വാല്യൂസ് കിട്ടും 2 6 9. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലാംഡ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള രീതിയിൽ തന്നെ ലാംഡ വാല്യൂസ് എഴുതുക. അപ്പോൾ 2 6 9 നമുക്ക് ഏഗൺ വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഓരോ ഏഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്റ്റർ കണ്ടുപിടിക്കുക. ആദ്യം λ = 2 കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ A - λI × x = 0 ആണ്. ലാംഡയുടെ വാല്യൂ 2 ആണ്. സോ A - 2i × x = 0 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? A എന്ന് പറയുന്നത് 6 0 0 അല്ലേ? 6 0 0 നമ്മുടെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 12 2 0 21 - 6 9 ആയിരുന്നു. അപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 6 0 0 12 2 0 21 - 6 9 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ മെട്രിക്സ്. അപ്പോൾ A - 2 എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സിൽ നിന്ന് 2 സബ്ട്രാക്ട്. അപ്പോൾ 6 - 2 അത് 4 ആവും. ബാക്കി എല്ലാ എലമെൻറ്റ്സ് സെയിം ആണ്. ഈ 2 - 2 0 ആയിപ്പോൾ 9 - 2 7 ആവും. ഓക്കെ, A - 2i × x വരെ XYZ കൊടുക്കുക = 0 0 0. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇക്വേഷൻ 4x = 0 കിട്ടും. നെക്സ്റ്റ് 12x = 0 കിട്ടും. ആൻഡ് തേർഡ് വൺ 21x - 6y + 7z = 0 എന്ന് കിട്ടും. ഫസ്റ്റ് 2 ഇക്വേഷൻസ്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരുന്നു? നമ്മൾ ആദ്യത്തെ 2 ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക. XYZ വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യത്തെ 2 ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ x ഡിവൈഡഡ് ബൈ എങ്ങനെ വരുന്നത്? ഇത് ക്രോസ് ചെയ്യുക. 0 × 0 മൈനസ് 0 × 0. അപ്പോൾ x/0 - 0 വന്നു. അടുത്ത എഴുതുമ്പോൾ -y/ ഈ കോളം കളയുക. അപ്പോൾ 4 × 0 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷനിൽ ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ 2 ഇക്വേഷൻ നോക്കിയാൽ 4x, അവിടെ വൈയുടെ ഇസഡിൻ്റെ ടേംസ് ഇല്ല. സോ നമ്മൾ വൈയുടെ ഇസഡിൻ്റെ ടേംസ് ഉള്ള ഇക്വേഷനും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ 4ഉം ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? x ഡിവൈഡഡ് ബൈ 0 × 7 0 ആയി മൈനസ് 0 × 6 0. അപ്പോൾ ആദ്യത്തെ 0 വന്നു. അടുത്തത് വരുന്നത് -y/ വരുമ്പോൾ 4 × 7 28 വരും. മൈനസ് 21 × 0 0 വന്നു. ഈക്വൽ ടു z ഡിവൈഡഡ് ബൈ z കളഞ്ഞിട്ട് 4 × 6. അപ്പം -24 - 0 എന്ന് വരും. ദാറ്റ് ഈസ് x/0 = -y/28 = z/24 വരും. ദാറ്റ് ഈസ് x/0 = ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 4 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. അപ്പം y/7 = z/6 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 7 ആൻഡ് ഇസഡിൻ്റെ വാല്യൂ 6. അപ്പം നമുക്ക് ഫസ്റ്റ് വെക്റ്റർ കിട്ടി x1. സിമിലർലി λ = 6ന് കറസ്പോണ്ടിങ് ആയിട്ടും സെയിം രീതിയിൽ നമ്മൾ ചെയ്യുമ്പം വെക്റ്റേഴ്സ് ചെയ്ത് കിട്ടും. x2 = 1 3 -1 കിട്ടും. അടുത്ത λ = 9 കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്യാൻ പഠിച്ചതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത. സെയിം മെത്തേഡ് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് x3 എന്ന് പറയുന്നത് 0 0 1 കിട്ടും. ഇനി നമുക്ക് വേണ്ടത് മോഡൽ മെട്രിക്സ്. ഞാൻ പറഞ്ഞു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും ആ മോഡൽ മെട്രിക്സ്. മോഡൽ മെട്രിക്സ് P എന്ന് പറയുന്നത് x1 ഫസ്റ്റ് വെക്റ്റർ എഴുതുക,
സെക്കൻഡ് വെക്റ്റർ തേർഡ് വെക്റ്റർ. x1 എന്ന് പറയുന്നത് 0, 7, 6 ആയിരുന്നു, അത് ഫസ്റ്റ് കോളത്തിൽ എഴുതി. സെക്കൻഡ് വെക്റ്റർ 1, 3, -1 ആയിരുന്നു. ആൻഡ് തേർഡ് വെക്റ്റർ 0, 0, 1 അത് നമ്മൾ എഴുതി. അതാണ് നമ്മുടെ മോഡൽ മെട്രിക്സ്. ഇനി നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് D = P ഇൻവേഴ്സ് AP. P ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ലാസ്റ്റ് D എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു P ഇൻവേഴ്സ് AP = നിങ്ങൾ ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി. P ഇൻവേഴ്സ് AP = D വിച്ച് ഇസ് ഈക്വൽ ടു D എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ഏഗൺ വാല്യൂ, പിന്നെ 0, 0, അടുത്തത് 0, 6, 9, പിന്നെ വരുന്നത് 0, 0, 0, 0, 0, 0, 9. ഇതായിരിക്കും നമ്മുടെ ഡയഗണൽ മെട്രിക്സ്. അത് നിങ്ങൾ D കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം P ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട, പിന്നെ അഡ്ജോയിൻ്റ്, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് D എന്താണെന്ന് മാത്രം കൊടുത്താൽ മതി. സോ ഡയഗണൽ എൻട്രീസ് ആയിട്ട് നമ്മുടെ ഏഗൺ വാല്യൂസ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറേ പ്രോബ്ലംസ് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ജസ്റ്റ് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്ക്. അപ്പം നമ്മൾ ആദ്യം ബേസിക്കായിട്ടുള്ള കുറച്ച് ഐഡിയ പറഞ്ഞു, ദെൻ റോ റെഡ്യൂസ്ഡ് ഫോം എന്താണെന്ന് കണ്ടു, അതിൽ റോ ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കണ്ടു, പിന്നെ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പഠിച്ചു. ദെൻ ഏഗൺ വാല്യൂ ആൻഡ് ഏഗൺ വെക്റ്റർ, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഏഗൺ വാല്യൂ ആൻഡ് ഏഗൺ വെക്റ്റർ, ദെൻ ലാസ്റ്റ് ഡയഗണലൈസേഷൻ. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.